നമുക്കറിയാം യുകെയിലെ ലീഗലായിട്ടുള്ള ഇമിഗ്രേഷൻ കുറയ്ക്കാനുള്ള കർശന നടപടികൾ എടുക്കാനുള്ള നമുക്കറിയാം വൈറ്റ് പേപ്പറിൽ വളരെയധികം നിർദ്ദേശങ്ങളാണ് അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭീതിയിലാണ് നമ്മുടെ ഇവിടെയുള്ള വർക്ക് വിസയിലുള്ള ആൾക്കാരെല്ലാം. അപ്പോൾ ഈ സമയത്ത് ലീഗലായിട്ടുള്ള ഇമിഗ്രേഷൻ നല്ല രീതിയിൽ കുറയ്ക്കുന്നുണ്ടെങ്കിലും ഇല്ലീഗൽ ഇമിഗ്രൻസ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ബോട്ടുകളിലൊക്കെ ആയിട്ട്. ഇവർക്ക് വേണ്ടിയിട്ട് വളരെയധികം പൈസയാണ് ഗവൺമെൻറ് ചിലവാക്കിക്കൊണ്ടിരിക്കുന്നത്. ലീഗൽ ഇമിഗ്രേഷൻ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലീഗൽ ഇമിഗ്രേഷനെ ഒരു കൺട്രോളും ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ILR അല്ലെങ്കിൽ PR 10 വർഷം കഴിഞ്ഞ് കിട്ടുമെന്നുള്ള ഒരു നിയമം ആക്കാനുള്ള ശ്രമത്തിലാണ് അവർ. അപ്പോൾ ഇങ്ങനെയുള്ളപ്പോൾ ബെനഫിറ്റ്സ് ഒന്നും 10 വർഷത്തേന് ആർക്കും ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ പല പ്രാവശ്യം ഇതിനിടയ്ക്ക് വിസ പുതുക്കേണ്ടതായിട്ട് വരും ഈ വർക്ക് വിസയിലുള്ളവരൊക്കെ. അപ്പോൾ ഒരു 3-4 അംഗങ്ങളുള്ള ഫാമിലി ആണെങ്കിൽ നല്ല വലിയൊരു തുക തന്നെ ഈ ഫീസായിട്ട് അടയ്ക്കേണ്ടി വരും. അങ്ങനെ പല പ്രാവശ്യം വിസ പുതുക്കുന്നതിലൂടെ വലിയൊരു തുക തന്നെ അതും ചിലവാക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള ഈ അവസരത്തിലാണ് ഇല്ലീഗൽ ഇമിഗ്രേഷനെ കുറിച്ച് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തത്ര തുകയാണ് ഇല്ലീഗൽ ഇമിഗ്രൻസിന് വേണ്ടിയിട്ട് ബ്രിട്ടൻ ചെലവാക്കുന്നതെന്നുള്ളതാണ് സത്യം. നമുക്കറിയാം യൂറോപ്യൻ രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയൊരു പ്രോബ്ലമാണ് ഈ അഭയാർത്ഥി പ്രോബ്ലം എന്നുള്ളത്. പക്ഷെ പല രാജ്യങ്ങളും ഇതിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് ഇതിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ ബ്രിട്ടന് മാത്രം ഇത് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ല, ഇതിനൊരു കൺട്രോൾ വരുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ വളരെയധികം പൈസ ഈ മേഖലയിലൂടെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ലീഗലായിട്ട് വരുന്ന ആൾക്കാരെ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവർ ടാക്സ് അടയ്ക്കുന്നുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് അവർക്ക് PR കിട്ടുന്നവരെ അവർക്ക് ബെനിഫിറ്റ്സ് ഒന്നും കൊടുക്കുന്നുമില്ല. NI അടയ്ക്കുന്നുണ്ട്, ടാക്സ് അടയ്ക്കുന്നുണ്ട്, ഇതെല്ലാം അടയ്ക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ NHS ട്രീറ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുന്നുള്ളൂ. സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന ഇതൊക്കെ വരുന്നുള്ളൂ. കൂടുതലായിട്ടുള്ള അതിലധികമായിട്ടുള്ള എക്സ്പെൻസ് ഒന്നും അവർക്ക് വേണ്ടിയിട്ട് ബെനിഫിറ്റ്സ് കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ജർമ്മനി ഈ അഭയാർത്ഥികളെ അവരുടെ ബോർഡറിൽ നിന്ന് തന്നെ പറഞ്ഞു വിടുകയാണ്. ഫ്രാൻസിൽ ഇവരെ താമസിപ്പിക്കുന്നത് ടെൻറ്റുകളിലാണ്. അപ്പോൾ ബ്രിട്ടൻ എന്ന് പറയുന്നത് ഇവരെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ തടയുമെന്ന് പറഞ്ഞാൽ ഇവർ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വരുന്ന ആൾക്കാർക്കൊക്കെ നല്ല ഫെസിലിറ്റീസ് ആണ് കൊടുക്കുന്നത്. അതായത് ഫെസിലിറ്റീസ് എന്ന് പറഞ്ഞാൽ അവരുടെ താമസം, അവർക്കുള്ള ചികിത്സകൾ, അവർക്ക് വളരെയധികം ബെനിഫിറ്റ്സ് ആണ് കിട്ടുന്നത്. ഇവർ വരുമ്പോൾ തന്നെ ഇവർക്ക് താമസിക്കാൻ കിട്ടുന്ന ഒരു 4 സ്റ്റാർ ഫെസിലിറ്റിയാണ്. അതുപോലെ തന്നെ ഒരു ഫ്രീ മൊബൈൽ ഫോണ്, 60 GB സിം കാർഡ്, അതായത് ഫ്രീ പ്ലേ സ്റ്റേഷൻസ്, ഫ്രീ ടെന്നീസ് ലെസൺസ്, ഫ്രീ DJ ലെസൺസ്, അങ്ങനെ ഫ്രീ ആയിട്ടുള്ള വളരെയധികം കാര്യങ്ങളാണ് ഇവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയും കാര്യങ്ങളാണ്. എന്തിനാണ് ഇങ്ങനെ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ ഫെസിലിറ്റീസ് കൊടുക്കുന്നത്? അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവരെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഈ ഫ്രോഡ് ഏജൻസീസ് തന്നെയുണ്ട്. അവർ 5000-6000 ഒക്കെ പൗണ്ട് കൊടുത്തിട്ടാണ് ഈ ആൾക്കാർ ഇങ്ങോട്ട് വരുന്നത്. Footage has emerged on the social media site TikTok in which an asylum seeker chronicles his perilous journey across the Channel to the UK. The man, thought to be an Afghan national, documents his train journey through France before making his way with other migrants to the coast. We then see him grinning while perched precariously on a tightly packed dinghy crammed with women and children before it's intercepted by British lifeboats. The clip ends with him and a friend kicking back in comfortable accommodation, believed to be one of 400 UK migrant hotels currently housing up to 50,000 asylum seekers at a cost of £6 million per day. ഫ്രീ ഡെന്റൽ ഫെസിലിറ്റി, ഫ്രീ മെഡിക്കൽ ഫെസിലിറ്റി, നമ്മൾക്ക് ആർക്കും ഇവിടെ ഉള്ളവർക്ക് ആർക്കും ഫ്രീ ഡെന്റൽ ഫെസിലിറ്റീസ് ഒന്നും കിട്ടാറില്ല അല്ലേ? ഡെന്റൽ അപ്പോയിൻമെന്റ് കിട്ടണമെങ്കിൽ നമുക്ക് വളരെയധികം പൈസ മുടക്കണം ഡെന്റൽ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കണമെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിലാണ് ഇവർക്ക് ഫ്രീ ആയിട്ട് ഇതൊക്കെ കിട്ടുന്നത്. കൗൺസിൽസ് 141 മില്യൺ പൗണ്ടാണ് ഇവർക്ക് പ്ലേ സ്റ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ചിലവാക്കുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. ഇങ്ങനെ ഈ റെഫ്യൂജീസ് വരുന്നതിന് അവരെ കൊണ്ടുവരുന്നതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ക്രിമിനൽ ഗ്യാങ്ങുകളാണ്. ഇവരെയൊന്നും കൺട്രോൾ ചെയ്യാനോ പിടിക്കാനോ ഒന്നും ആർക്കും കഴിയുന്നില്ല. ഇവർ ഈ വരുന്നവരുടെ കയ്യിൽ നിന്ന് 5000 മുതൽ 10000 വരെ പൗണ്ട് മേടിച്ചിട്ടാണ് ഇവരെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അതല്ല അവരുടെ കൺട്രിയിൽ അവർക്ക് ജീവിക്കാൻ മേലാതെങ്കിൽ ഇവർക്ക് ഈ 5000 മുതൽ 10000 പൗണ്ട് വരെ കൊടുക്കാൻ എങ്ങനെ അവർ ഉണ്ടാക്കും? അത്രയും ഉണ്ടാക്കി ഇവർക്ക് കൊടുത്തിട്ടാണ് ഇവരൊക്കെ ഇങ്ങോട്ട് വരുന്നത്.
ഇവിടുത്തെ ഈ ഫെസിലിറ്റീസ് ഓരോരുത്തരും വന്നു കഴിയുമ്പോൾ ഇവിടെ കിട്ടുന്ന ഈ ഫെസിലിറ്റീസ് ബെനിഫിറ്റ്സ് എല്ലാം കേട്ട് ഇങ്ങോട്ട് വരാൻ താല്പര്യപ്പെടുകയാണ്. അതുകൂടാതെ ഇവരിങ്ങോട്ട് വരുന്നതിൻ്റെ ആ വീഡിയോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ ഇടുകയാണെങ്കിൽ അവർക്ക് വീണ്ടും 1000 മുതൽ 2000 പൗണ്ട് വരെ നൽകുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഈ ഗവൺമെൻറ് അറിയാതെയാണോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്? ഇത് അറിയാതിരിക്കാൻ വഴിയില്ല. ഇതൊക്കെ എന്നിട്ട് ഇവർക്ക് എന്തുകൊണ്ടാണ് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്? ഇപ്പോൾ നമുക്കറിയാം, റീഫോം പാർട്ടി പറയുന്നത് ഇവർ ഒരിക്കലും ഹോട്ടലിൽ താമസിപ്പിക്കാൻ പാടില്ല, ഇവർ ഇങ്ങനെ എത്തുന്നവരെ ടെൻറ്റുകളിലേ താമസിപ്പിക്കാവുള്ളൂ, അവർക്ക് ഫെസിലിറ്റീസ് വളരെയധികം മിനിമലൈസ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ ഇങ്ങനെ വരുന്ന ആൾക്കാർ വരവ് കുറയും. അവർ പറയുന്നത് ശരിയാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും 25% കൂടുതലാണ് ഈ വർഷം ഇല്ലീഗൽ ഇമിഗ്രൻസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് കണക്ക്. ഒരു ഇല്ലീഗൽ ഇമിഗ്രൻറ്റിന് വേണ്ടിയിട്ട് 50,000 മുതൽ 60,000 പൗണ്ടാണ് ഒരു വർഷം ചിലവാക്കുന്നതെന്നുള്ളതാണ് കണക്ക്. അതുപോലെ ഇവരുടെ ലീഗൽ എക്സ്പെൻസിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം ഗവൺമെൻറ് ചിലവാക്കിയത് 35 മില്യൺ പൗണ്ടാണ്. അതുപോലെ തന്നെ ഈ ഇല്ലീഗലായിട്ട് വരുന്ന ആൾക്കാരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനോ അല്ലെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യാനോ ഒന്നുമുള്ള ഒരു കാര്യമായിട്ടുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ വരുന്നവരൊക്കെ പലരും ക്രിമിനൽസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളും വർദ്ധിച്ചു വരും ഈ ഇല്ലീഗൽ ഇമിഗ്രേഷൻ മൂലം. ഇപ്പോൾ ഇവരാരെങ്കിലും സീരിയസ് ക്രിമിനൽ ആക്ടിവിറ്റീസിൽ ഉൾപ്പെട്ടാൽ പോലും ഹോം ഓഫീസ് ഇവരെ ഡിപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ പോലും ഇവർ കോർട്ടിൽ പോയി കഴിഞ്ഞാൽ കേസിൽ ഇവർക്ക് ഡിപ്പോർട്ടേഷൻ തടഞ്ഞ് ഇവിടെ തന്നെ തുടരാനുള്ള അനുമതി കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള കേസസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ വൈറ്റ് പേപ്പറിന് എതിരായിട്ടും അതുപോലെ തന്നെ വൈറ്റ് പേപ്പർ നേരെ വന്നിരിക്കുന്ന ഈ ILR അല്ലെ PR 10 വർഷത്തേക്ക് ആക്കുക എന്നുള്ള നിയമമൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇതിന് ഓപ്പോസിഷനായിട്ട് വളരെയധികം ആൾക്കാർ പ്രതികരിക്കുന്നുണ്ട്. ഓരോ ചാനലുകളൊക്കെ പലരുടെ ഇൻ്റർവ്യൂ എടുക്കുന്നുണ്ട്. അതുപോലെ BBC ഓരോരുത്തരുടെ ഇൻ്റർവ്യൂ കാര്യങ്ങൾ എടുത്തിട്ട് സംപ്രേഷണം ചെയ്യുന്നുണ്ട് അവർ. അപ്പം വളരെയധികം ആൾക്കാർ ഇങ്ങനെയുള്ള ഈ നിയമം വന്നു കഴിഞ്ഞാൽ അതുമൂലം ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ സ്റ്റാഫിനെ കെയർ ഹോമിലാണെങ്കിലും സ്റ്റാഫിനെ ഒന്നും കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പലരും വീഡിയോ വഴിയൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, ഇൻ്റർവ്യൂ വഴി റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പല പത്രങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മാസ് പെറ്റീഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1,35,000 പേര് അതിൽ സൈൻ ചെയ്ത് കഴിഞ്ഞു. ഇത് ഇനി പാർലമെൻറ്റിൽ ഇപ്പോൾ 10,000-ൽ കൂടുതൽ സിഗ്നേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ ഇത് മന്ത്രിസഭയിൽ ഇത് പാർലമെൻറ്റിൽ ചർച്ചയ്ക്കെടുക്കുകയും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ILR അല്ലെങ്കിൽ PR 10 വർഷത്തേക്ക് ആക്കുന്നുള്ള നിയമമെങ്കിലും അവരെ അതായത് ഇവിടെ ഇപ്പം നിലവിലുള്ളവർക്ക്, ഇനി വരുന്നവരുടെ കാര്യമില്ല, ഇപ്പം നിലവിലുള്ളവർക്ക് അവർ വന്ന കണ്ടീഷൻ അനുസരിച്ച് അവർക്ക് 5 വർഷം കൊണ്ട് ILR കിട്ടേണ്ടതാണ്. ആ നിയമം മാറ്റരുതെന്നുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ പെറ്റീഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ കാര്യമെങ്കിലും നടന്നു കിട്ടുമെന്നുള്ള ദിശയിൽ നമുക്കിരിക്കാം. അപ്പോൾ നമ്മളിവിടെ കഠിനമായിട്ട് പണി ചെയ്യുകയും ടാക്സ് അടയ്ക്കുകയും എന്നെ ഇടയ്ക്ക് എല്ലാം ചെയ്തിട്ട് ആ പൈസ എടുത്ത് ഇവർക്ക് വേണ്ടിയിട്ട് ചിലവാക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ നമ്മൾ പ്രതികരിക്കണം. നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള പെറ്റീഷനിൽ സൈൻ ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ കൺസേൺസ് റേസ് ചെയ്യുക, നമ്മുടെ ലോക്കൽ MPമാരുമായിട്ട് നമുക്ക് സംസാരിക്കാൻ അവസരം ഉണ്ടാക്കാം, അങ്ങനെ നമ്മുടെ കൺസേൺസ് റേസ് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ സംഘടനകളും അതുപോലെ തന്നെ ഓരോ കൂട്ടായ്മകളെല്ലാം ചേർന്നുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുൻകൈ എടുക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.